വിശപ്പ്, അതാണ് നമ്മുടെ വിഷയം. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. എന്താണ് വിശപ്പ്? വിശപ്പ് നമ്മൾ അറിയണം. വിശക്കുന്ന നേരം മാത്രമേ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ വിശപ്പ് അറിയണമെങ്കിൽ എന്താണ് വഴി? ഞാൻ പല ആൾക്കാരും എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻറ്റിനോടും ഞാൻ ചോദിക്കുന്നത്, വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? അതെ. എല്ലാം പറയാം അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് എന്താ കഴിച്ചത്? രാവിലെ ചായ, എന്തെങ്കിലും കടി, എണീറ്റ ഉടനെ എന്തെങ്കിലും സ്നാക്സ്, പിന്നെ നാസ്ത, രാവിലെ 10 മണിക്ക് നാസ്ത വെച്ചിട്ടുണ്ടാവും, പിന്നെ അതിൽ ഉച്ചയ്ക്ക് ചോറ്, പിന്നെ അതേപോലെ വൈകുന്നേരം ചായയും എന്തെങ്കിലും ഒരു സ്നാക്സ്, അത് കഴിഞ്ഞ് രാത്രി എന്തെങ്കിലും ഫുഡ്, ചോറോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. 5 നേരം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വിശന്നിട്ടാണെന്ന് വെച്ചാൽ അല്ല. പല ആളുകളും ചിരിക്കും അന്നേരം, വിശന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. 5 നേരം കഴിച്ച് വിശന്നിട്ടാണോ? അല്ല, ശീലമാണ്. എത്രയോ വർഷത്തെ ശീലമാണത്. എത്രയോ വർഷം, അധികം വർഷമൊന്നും ആയില്ല കേട്ടോ, ഒരു 50 വർഷമായിട്ടേ ഉള്ളൂ. നമ്മുടെ കേരളക്കാരുടെ അടുത്ത് പൈസ വന്ന്, ഗൾഫ് വന്ന് പണം വന്നതിന് ശേഷം ആയതാ നമ്മൾ 5 നേരം ഭക്ഷണം കഴിക്കൽ. അതിന് മുമ്പേ ഉമ്മാമാനോടും ഉപ്പാപ്പാനോടും ചോദിച്ചാൽ മതി, അവർ വിശന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ, ഫ്രിഡ്ജിലുണ്ടോ, സ്റ്റോർ റൂമിലുണ്ടോ? വിശന്നിട്ടായിരിക്കണം. അപ്പോൾ ചോദിക്കും വിശന്നിട്ടാണ്? അല്ല, 5 നേരം ഭക്ഷണം കഴിച്ചത് ശീലമാണ്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കും. വിശക്കാൻ എന്താണ് വഴി? വിശക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കണ്ടേ? നമ്മൾ ചാൻസ് കൊടുക്കുന്നില്ല. 5 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ, പിന്നെ എങ്ങനെ വിശക്കാൻ ചാൻസ്? ഒരു ശാരീരിക അധ്വാനം ഇല്ലാത്ത ഒരാൾക്ക് ശരിക്കും ഒരു ദിവസം ഒരു നേരം വിശക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അയാൾക്ക് ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അയാൾ വിശന്നിട്ട് കഴിക്കുന്നെങ്കിൽ. അല്ലാതെ ഇവിടെ 2 മണിയായി എന്നാൽ പിന്നെ ചോറ് തിന്നാം, വിശപ്പൊന്നുമല്ല വിഷയം. 2 മണിയായി, രാവിലെ 10 മണിയായി, അതുപോലെ 9 മണി നാസ്താക്കാം, രാത്രി 9 മണിയായി 10 മണിയായി എന്നാൽ നാസ്താക്കാം, ഭക്ഷണം കഴിക്കാം, ഡിന്നർ കഴിക്കാം. വിശന്നിട്ടാണോ? അല്ല. വിശന്നിട്ട് കഴിക്കുമ്പോൾ വിശപ്പ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ വിശപ്പുണ്ട് എന്നർത്ഥം. പ്രത്യേകിച്ച് വേവിച്ച ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ട്. നമ്മൾ വിശന്ന് ആഗ്രഹിച്ച് കഴിക്കുമ്പോൾ ഏത് ഭക്ഷണത്തിനും ടേസ്റ്റ് ഉണ്ടാവും. വിശന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. വിശപ്പാണ് ഭക്ഷണം കഴിക്കാനുള്ള മാനദണ്ഡം. ഭക്ഷണത്തിന്റെ പ്രത്യേകത ടേസ്റ്റാണ്, വ്യത്യസ്തമായ ടേസ്റ്റ്. ഹിപ്പോക്രാറ്റ്സിന്റെ ഒരു വാക്കുണ്ട്, 1 man is food, another man is poison. ഒരാളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് പോയിസണാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുകയാണ്, ഒരാളുടെ ഭക്ഷണം മറ്റാൾക്ക് വിഷമാണ്. ആണോ? ആണ്. കാരണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, മറ്റാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല. നിർബന്ധിച്ചിട്ട് അയാളത് കഴിപ്പിക്കരുത്. എന്താണ് ഭക്ഷണം? ടേസ്റ്റ്. ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട മാംസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓരോ ആൾക്കാർക്കും ഓരോരോ വ്യക്തിക്കും വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ട്.